ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാലും ദൈവത്തിൻ്റെ കരുണയാലും ദൈവം ഒരു പ്രഭാതം കൂടെ, ഒരു സുദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ദൈവകൃപയും ദൈവകരുണയും നമുക്ക് കാവലും കോട്ടയുമായി നമ്മെ വഴി നടത്തുകയും അവിടുത്തെ ഇഷ്ടം തേക്കുവാനും പൂർത്തീകരിക്കുവാനും അവിടുത്തെ ആത്മാവിനാൽ നമ്മളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തന ധ്യാനത്തിൽ നാം 79-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല, ഇപ്പോൾ ഇസ്രായേലിനോട് അനുബന്ധിച്ചുള്ള ചില സങ്കീർത്തനങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ചരിത്രം തന്നെയാണ് സങ്കീർത്തനങ്ങളിലെല്ലാം നാം കാണുന്നത്. 79-ാമത്തെ സങ്കീർത്തനം, അതിൽ ഹെഡിങ് കൊടുക്കുമ്പോൾ ഇങ്ങനെ എഴുതാനായിട്ട് തോന്നിയത്: വിലാപഗീതവും വിമോചന പ്രത്യാശയും. ഒരു ലമൻറ്റേഷൻ, ഒരു വിലാപഗീതമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. യെരമ്യാ പ്രവാചകനെ പോലെ യെരുശലേമിൻ്റെ നാശത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എഴുതുന്ന സങ്കീർത്തനമാണിത്. ഇന്നും ഇത് അവിടുത്തെ ആബീബ് മാസത്തിൽ നടത്താറുള്ള നാശത്തെ അനുസ്മരിക്കുന്ന പെരുന്നാളുകളൊക്കെ പാടി ഗീതാർച്ചന നടത്തുന്ന സങ്കീർത്തനങ്ങളായിട്ടാണ് ഇതും കാണുന്നത്. ഇന്നും അവർക്ക് യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. അവർക്ക് ദേവാലയമില്ല. യെരുശലേമിന് ഇന്നും ഇസ്രായേലിന് ദേവാലയമില്ല. അവർക്ക് വിലാപമതിലുണ്ട്. വിലാപമതിൽ, അവിടെ ചെന്ന് അവർ ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. അത് ഈ വിലാപമതിലിൻ്റെ അടുക്കൽ ചെന്നാൽ അവരുടെ ആ പ്രത്യാശയും പ്രാർത്ഥനയും വിലാപങ്ങളും എല്ലാം കാണുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചില ഊടുവഴികളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അത് യഹൂദന്മാരുടെ വിലാപ സ്ഥലമായിരുന്നു. ക്ഷീണിച്ച് അവശരായ വൃദ്ധന്മാർ പടിക്കെട്ടുകളിലൂടെ ആടി നടക്കുകയും വെളുത്ത് കൊലുന്നനെയുള്ള കറുത്ത കണ്ണുകളുള്ള പെൺകുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളുടെ മുഖത്തേക്കും വിലാപമതിലിലേക്കും പ്രതീക്ഷയോടെ നോക്കുന്നതും കാണാമായിരുന്നു. മറ്റു ചിലരാകട്ടെ മുട്ടിന്മേൽ നിന്ന് പുസ്തകങ്ങളിൽ നോക്കി പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുകയും കുറേ പേർ ദണ്ഡന നമസ്കാരം ചെയ്ത് തങ്ങളുടെ നെറ്റിത്തടങ്ങളും ചുണ്ടും മണ്ണിൽ മുട്ടിക്കുകയും ഇനിയും വേറെ ചിലർ മതിലിനോട് ചേർന്ന് നിന്ന് കല്ലുകളുടെ വിടവുകളിലും മറ്റും മുഖം പൂഴ്ത്തി ചിലർ ആ കല്ലുകളിൽ ചുംബിച്ചു. ഇനിയും ചിലരാകട്ടെ മതിലിനെ ആശ്ലേഷിക്കുന്നത് പോലെയും ചിലർ കണ്ണുനീർ കൊണ്ട് കല്ലുകളെ കഴുകുകയും തങ്ങളുടെ ഹൃദയം പൊട്ടിത്തകരുന്ന പോലെ പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ദുഃഖകരവും ഹൃദയസ്പർശിയുമായിരുന്നു. ഇത് വിലാപമതിലിൻ്റെ അവിടുത്തെ ഇന്നത്തെയുമുള്ള കാഴ്ചയാണ്. അവർ ആ ദൈവത്തോട് നിലവിളിക്കുകയാണ് അവരുടെ ദേവാലയത്തിന് വേണ്ടിയും യഥാസ്ഥാനത്തിന് വേണ്ടിയും. എന്നാൽ ഇതിനെല്ലാം നടുവിൽ നമുക്കിവിടെ ഈ സങ്കീർത്തനം നമുക്ക് വായിച്ചിട്ട് അതിൽ പിന്നാമ്പുറത്തേക്ക് വരാം. ഇവിടെ തുടങ്ങുകയാണ്: ദൈവമേ, ജാതികൾ നിൻ്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. ജാതികൾ എന്ന് പറഞ്ഞാൽ നേഷൻസ്. അവർ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിലെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ നിൻ്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിൻ്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു. അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരുശലേമിന് ചുറ്റും ചിന്തിക്കളഞ്ഞു. അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്ദയും പരിഹാസവുമായി തീർന്നിരിക്കുന്നു. യഹോവേ, നീ നിത്യം കോപിക്കുന്നതും നിൻ്റെ തീക്ഷ്ണത തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം. ഇവിടെ തങ്ങളുടെ കഷ്ടതകളെല്ലാം, ഇസ്രായേലിൻ്റെ നാശത്തെയെല്ലാം വിവരിക്കുകയാണ് ആദ്യം നമ്മൾ കാണുന്നത്. ആ സിറ്റുവേഷൻ, അതിൻ്റെ സ്കെച്ച്, ആ സിറ്റുവേഷൻ്റെ വിവരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്ര ദുരിതത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ഇവർ നശിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ച് പറയും ചിലരൊക്കെ പറയും, യോന മത്സ്യത്തിൻ്റെ വകറ്റിലാകപ്പെട്ടു, ശരിയാണ്. പക്ഷേ അതിനെ ദഹിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ആ മഹാമത്സ്യത്തിന് കഴിഞ്ഞില്ല, അല്ലേ? അതിന് വയറിനകത്തൊരു ഭക്ഷ്യവസ്തു ചെന്നാൽ അത് ദഹനത്തിന് വിധേയമാകേണ്ടതാണ്. എന്നാൽ യോനായെ തൊടാൻ ആ മത്സ്യത്തിൻ്റെ ഉദരത്തിനോ അതിൻ്റെ ക്രമീകരണങ്ങൾക്കോ സാധിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ പോലെ അതിഭയങ്കരമായ പീഡനങ്ങൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമെങ്കിലും ആ ജനതയെ നശിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഫെഡറിക് രാജാവ് തൻ്റെ കിങ് ഫെഡറിക് അദ്ദേഹം തൻ്റെ ഭിഷഗ്വരൻ ഡോക്ടറിനോട് ചോദിച്ചു, ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണെന്ന് ചോദിച്ചതിന് അദ്ദേഹം മറുപടി പറഞ്ഞത്,
യഹൂദന്മാരെന്നാണ്. ജ്യൂസ്, ദ ഹിസ്റ്ററി ഓഫ് ജ്യൂസ്. അവിശ്വാസിയായ ഒരു മനുഷ്യൻ യഹൂദന്മാരുടെ ചരിത്രം പഠിച്ചാൽ വിശ്വാസിയായി മാറും. കാരണം അത്രയ്ക്ക് മഹത്തരമാണ് അതിൻ്റെ നാശവും. നശിച്ചു എന്ന് വിചാരിക്കും, ഒന്നുമില്ലായ്മയിൽ നിന്നും അവർ ഉണർന്നെഴുന്നേറ്റ് ഫീനിക്സ് പക്ഷിയെ പോലെ അവർ പുനർജീവിച്ച് വരുന്നതും അവരുടെ വളർച്ചയും എല്ലാം ഭയങ്കരമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പോലും പീലാത്തോസല്ല, റോമൻ ഭരണമായിരുന്നു അന്ന്, റോമൻ ഗവൺമെൻറ്. അപ്പോൾ അന്നത്തെ ഇതിൽ പലരും ചോദിക്കുന്ന ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് ഇസ്രായേൽക്കാർ വാളെടുത്ത് റോമിനോട് പൊരുതുന്നില്ല എന്ന്. അവർ വാളെടുത്തില്ല, മറിച്ച് അവർ അക്രമങ്ങൾക്ക് വിധേയപ്പെടുകയാണ്, അതിനെല്ലാം വിധേയപ്പെടുകയാണ്. പക്ഷേ അവർ വാളെടുത്തില്ല. തുടർന്ന് നാളുകൾ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പിന്നെ ഒരു ചോദ്യം ഉരുവിട്ടു, വാളെടുത്ത റോമാക്കാർ ഇപ്പോൾ എവിടെ, വാളെടുക്കാത്ത യഹൂദന്മാർ ഇപ്പോൾ എവിടെയെന്ന്. വാളെടുത്ത റോമൻകാരില്ല, ആ റോമൻ ഇതില്ല എന്ന്, ആ സംസ്കാരം ഇല്ല, റോമക്കാരില്ല. പക്ഷേ യഹൂദന്മാർ ലോകത്തിലെല്ലായിടത്തും ചിതറിപ്പാർത്ത് അവരിന്ന് ഒരുമനപ്പെട്ട് അവരിന്ന് ഒരു ദേശമായിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കരുതലെന്ന് പറയുന്നത്. അപ്പോൾ കടന്നു പോകുന്ന വേദനകൾ അത് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല, അത് പ്രയാസകരമായിരിക്കും. പക്ഷേ എവിടെയെല്ലാം ഫലകരമായൊരു ജീവിതം നടന്നിട്ട്, ഒരു പ്രവൃത്തി നടന്നിട്ട്, അതിൻ്റെ പിന്നിൽ വളരെ ക്ലേശങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾ എടുത്ത് നോക്കുക, ഓരോരോ ഉപകരണങ്ങൾ, ഫർണിച്ചർ എടുത്ത് നോക്കുക, അതെല്ലാം അങ്ങനെ രൂപപ്പെട്ട് വരണമെങ്കിൽ അത് ചുമ്മാ ഇരുന്ന് പറ്റത്തില്ല. ഒരു തടി അത് ചിന്തയേറിട്ട് ഇങ്ങനെ അതിൽ കൂടെ എന്തെല്ലാം പണികൾ ചെയ്താണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതിൻ്റെ അവസാനം വരുമ്പോൾ അത് മനോഹരമായി പോളിഷ്ഡായിട്ട് മാറുന്നു. എന്നാൽ ആ പോളിഷ്ഡായിട്ട് മാറി അതിന് നല്ലൊരു ആകൃതി വരുന്നതിന് മുമ്പ് വെട്ടും, അതിനെ ഉരസിയും രാഗിയും എന്തെല്ലാമാണ് അതിനകത്ത് ചെയ്യുന്നത്, ചിന്തയേറിട്ടും എല്ലാം. എന്ന് പറഞ്ഞ പോലെ ഒരു ഇരുമ്പ്, അത് എത്ര തീയിൽ കൂടെ കടന്നുപോയത് വളയപ്പെട്ട് അതിൻ്റെ ഉരസലേറ്റ് അതിൻ്റെ ആ മിനുസമായിട്ടൊക്കെ വന്ന് എത്ര ഇതിൽ കൂടെ കടന്നു പോയിട്ടാണ് ഒരു ഉപകരണം. ചെറിയൊരു പെണ്ണ് പോലും എടുത്ത് നോക്കുക, അതും അതിൽ കൂടെ ഫർണസിൽ കൂടെ കടന്നു പോയെങ്കിലേ അതങ്ങനെ മാറുകയുള്ളൂ. അപ്പോൾ ഒന്നും സംഭവിക്കാത്ത ജീവിതങ്ങളല്ല, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ആ ജീവിതത്തിൽ കൂടെ ദൈവം കൂടെയുള്ളതാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. 18 നൂറ്റാണ്ടുകൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ച്, 18 നൂറ്റാണ്ടുകളുടെ നൂറ്റാണ്ട് പ്രവാസനവും വേദനയും അവരുടെ ഹൃദയവകാരിക്കോ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്കോ ഒട്ടും തന്നെ ശേഖരിച്ചുവാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയേറെ ക്ലേശങ്ങൾ കൂടെ കടന്നുപോയ ഒരു ജനതയുണ്ടോ എന്നറിയത്തില്ല. പക്ഷെ എന്നിട്ടും അവിടെ പ്രാർത്ഥനയും ദൈവാശ്രയവും ഒന്നും കുറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ദൈവം കൂടെയുണ്ട് എന്നുള്ളതിന്. ഇവിടെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരു കാര്യം ചോദിക്കും, പലർക്കും ഉത്തരം കിട്ടാത്തൊരിതാണ്. എഫ് പി മേയർ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥകാരൻ, വളരെ ഭക്തനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ല. എന്താണ് ഈ ഇങ്ങനെ കഷ്ടതകൾക്കൊന്നിനു മീതെ ഒന്നായി എല്ലാ ജാതികളും അതിനെ, ഹിറ്റ്ലറുടെ കാലത്തൊക്കെ എത്ര യഹൂദന്മാരെ കൊന്നൊടുക്കി, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവർ പീഡിപ്പിക്കപ്പെട്ടു, പ്രവാസത്തിലേക്ക് പോയി. എന്തുകൊണ്ടായിരിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ഒരു ഉത്തരം നൽകിയൊരിതാണ്. അദ്ദേഹം കണ്ടുപിടിച്ചൊരിതാണ്, ഒരു പവൻ്റെ ഉരുക്ക് സ്റ്റീൽ അത് കുതിരലാടമാക്കിയാൽ 2 പവൻ വിലയാകും. കുതിരലാടമാക്കും, 1 പവൻ സ്റ്റീൽ ഒരു ഇരുമ്പ് കുതിരയുടെ ലാടമാക്കിയാൽ 2 പവൻ വില കിട്ടും. അത് സൂചികളാക്കിയാൽ 70 പവൻ കിട്ടുമെന്ന് പറഞ്ഞ്, കത്തിയാക്കി മാറ്റിയാലോ 150 പവൻ. ഇനി റെസ്റ്റ് വാച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചിന് അകത്തെ സ്പ്രിങ് അതുണ്ടാക്കിയാൽ 50,000 പവനും വില വരും അത്രേ. ആ ഒരു കമ്പി തന്നെ, ഒരു സ്റ്റീൽ തന്നെ. പക്ഷേ ആ സ്പ്രിങ്ങിലേക്ക് വരണമെങ്കിൽ അത് എത്രമാത്രം തീയിലും ചൂടിലും കൂടി കിടക്കണം. ചുറ്റിക്കേടി, മരം കൊണ്ടുള്ള രാക്കും അരച്ചിലും മിനുക്ക് യന്ത്രങ്ങളും മർദ്ദനവും എല്ലാം അനുഭവിച്ച്. അപ്പോൾ അതാണ് എത്രത്തോളം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകും. നോക്കി ഇസ്രായേൽ ജനത്തെ നോക്കി, ഇത്രയധികം കഷ്ടതയും ഉപദ്രവം എല്ലാം കടന്നു പോയിട്ട് അവർ ഇന്നും മനുഷ്യരാശിക്ക്, മാനവരാശിക്ക് അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഭൗതിക നേട്ടങ്ങളും മാനസിക പ്രകാശവും ആത്മീയത്തെ ഉദ്ദേശിച്ചും മറ്റാരും ലഭിച്ചിട്ടില്ല. ഇതെല്ലാം അത് ലോകത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് നിന്ന് നിൽക്കുക അവർ. ഇതിൻ്റെയൊക്കെ ഈ എപ്പോഴും നിരന്തര യുദ്ധം ഒഴിഞ്ഞിട്ട് ഇവർക്ക് സമയമില്ല. അതിൻ്റെ നടുവിൽ അവർ ഈ കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തി ലോകത്തിന് അനുഗ്രഹമാകുക. അതാണ് ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സമ്പൂർണ്ണമായി ആശ്രയിക്കാം. ദൈവം കൂടെയുണ്ടെങ്കിൽ എല്ലാം അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു അനുഭവം.
ഇനി ഇവിടെ പറയണം, നിന്നെ അറിയാത്ത ജാതികളുടെ മേൽ നിന്ന്, നാം വിളിച്ചുപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേൽ നിന്റെ ക്രോധത്തെ പകരണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവൻ്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ പൂർവ്വന്മാരുടെ അകൃത്യങ്ങളെ ഞങ്ങൾക്ക് കടക്കിടരുതേ. നിന്റെ കരുണ വേഗത്തിൽ ഞങ്ങളെ എതിർക്കുമാറാകട്ടെ. ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നിന്റെ ദാസന്മാരുടെ രക്തം ചിന്നിയതിൻ്റെ പ്രതികാരം ഞങ്ങൾക്കാങ്കെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ. ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ ഭാഗം വരുമാറാകട്ടെ. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്ദിച്ച നിന്നെ 7 ഇരട്ടിയായുടെ മാർവടത്തിലേക്ക് പകരം കൊടുക്കണമേ. ഇവിടെ അവർ തങ്ങളുടെ അകൃത്യങ്ങളെ ഓർക്കുകയാണ്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, അവർ എളിമപ്പെടുകയാണ്. ഞങ്ങളുടെ രക്ഷയാദീമേ, നിന്റെ നാമമുഖത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. ഇവർ മനുഷ്യത്വപരമായിട്ടുള്ളതാണ് ഇവരുടെ ഓരോ ഇടപെടലും. അവിടെ ആ ഇസ്രായേൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു പത്തനംതിട്ട ജില്ലയുടെ അത്രയും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അത്രയും മാത്രമുള്ള ഈ ഒരു ചെറിയ ജനത ലോകത്തെ മുഴുവൻ അല്ലേ, യുദ്ധത്തിലായാലും എന്തിലായാലും ശരി. പക്ഷെ അവിടെ ചെന്നാൽ അവിടെ എല്ലാവർക്കും അവർ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഈ ഉപദ്രവിക്കുന്ന ഇവരെന്ന് പറയുന്ന ആ ശത്രു അവർ പോലും ഉണ്ട്. എല്ലാവർക്കും അവിടെ ഫ്രീഡമാണ്. അവർ മാനവികതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരാണ് അവർ. പക്ഷെ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ പ്രതിരോധിക്കുന്നത്. എല്ലാ യുദ്ധസൈന്യത്തിൽ, ലോകത്തിലെ എല്ലാ സൈന്യങ്ങൾക്കും അവരുടെ സൈന്യമെന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേലിന് മാത്രം IDF എന്ന് പറയും, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അവർ ഡിഫെൻഡ് ചെയ്യുക, അവർ തങ്ങൾക്ക് വേണ്ടി അവർ തങ്ങളെ തന്നെ പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം എന്ന് പറയുന്നത് അല്ല ആക്രമിച്ച് കീഴടക്കാനല്ല അവർ ശ്രമിക്കുന്നത്, തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നതെന്ന് പറയും. മറ്റുള്ള രാഷ്ട്രങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പേരില്ല, ഡിഫൻസ് ഫോഴ്സ് എന്ന് പേരില്ല അല്ലേ. ചിന്തിക്കുക. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അവരുടെ ദൈവം ജാതികൾ നിത്യം പറയുന്നതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് പ്രത്യാശയുടെ വാക്ക്. എന്താണ്? എന്നാൽ 13 എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. കണ്ടോ, മാറുന്നില്ല. എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ്. എന്തു വന്നാലും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ദൈവമെല്ലാം മനോഹരമായ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളതായ മനോഹരമായ പ്രത്യാശയാണ് ദൈവം നമുക്ക് തരുന്ന ഒരു മനോഹരമായ അനുഭവം എന്ന് പറയുന്നത്. സിംഹങ്ങളുടെ അണപ്പല്ലുകൾക്കിടയിലും ദൈവ അനുഗ്രഹത്താൽ ഒരു കുഞ്ഞാടിന് ജീവനോടിരിക്കാൻ പറ്റുമെന്ന് പറയുന്നു. അതാണ് ദൈവത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വിലാപങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, അപേക്ഷകളൊക്കെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. പക്ഷേ അത് പ്രത്യാശയോടെ ആയിരിക്കട്ടെ. കാരണം അത് ഞങ്ങൾ നിന്നെ സ്തുതിക്കും, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും, ഞങ്ങൾ നിൻ്റെ സ്തുതിയെ പ്രസ്താവിക്കും എന്നുള്ള മനോഹരമായ ഒരു പര്യവസാനമാണ് ഓരോന്നിൻ്റെ അവസാനം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമുക്ക് ദൈവത്തോടൊന്നും പറയാം, പറഞ്ഞിട്ട് ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റും. ദൈവമേ, ഞങ്ങൾക്കറിയില്ല എന്തിനാണതെല്ലാം. ഉരുക്ക് പല രീതിയിൽ രൂപത്തിലും രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ ദീർഘമായിട്ടുള്ള ഇതിൽ കൂടെ കടന്നു പോയതിനാണ് ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് മാറുന്നത്. എവിടെ ശോധനകളും ഇതെല്ലാം കുറച്ചുള്ള ആ ജീവിതങ്ങൾക്കൊന്നും വലിയ ഇതൊന്നുമില്ല. എന്നാൽ ഏറെ ക്ലേശങ്ങളിൽ കൂടെ, അനുഭവങ്ങൾ കൂടെ കടന്നു പോയവർ അത് വിലയേറിയ ജീവിതങ്ങളായിട്ട് രൂപാന്തരപ്പെടുക. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവേഷ്ടം പോലെ, ദൈവേഷ്ടത്തിന് നമ്മളെ തന്നെ വിട്ടു കൊടുക്കുക. അതാണ് നമ്മുടെ കാരണീയമായിട്ടുള്ളത്. കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനോട് ചേർന്ന് നമുക്കും അങ്ങനെ ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അതിൻ്റെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, പുത്രനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഏകുവാൻ തക്കവണ്ണം ക്രൂശിൽ തൻ്റെ പുത്രനെ വിട്ടു തന്ന സ്നേഹം കഴിയുമെങ്കിൽ പാനപാത്രങ്ങൾ നീക്കണമേ എന്നുള്ള പ്രാർത്ഥന ശ്രവിക്കാതെ അതിന് മറുപടി ഇല്ല പിതാവേ, നിൻ്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് പുത്രൻ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് ആ പ്രാർത്ഥന സമർപ്പിച്ച് ഞങ്ങൾ തിരിച്ചറിയുന്നു. പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നതാണ് ഞങ്ങളുടെ രക്ഷ. ആ തിരു രക്തമാണ് ഞങ്ങളുടെ മോചന ദ്രവ്യം. അതിനായി ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. യേശുവേ, അവിടുന്ന് ഏറ്റ നിന്നെയും കഷ്ടപ്പാടും വേദനകളും ദുഃഖങ്ങളും എല്ലാം അടിയങ്ങളുടെ രക്ഷയ്ക്കായിട്ടാണ് ഞങ്ങൾ സംബന്ധിച്ച് അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ സമ്പൂർണ്ണമായി നിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ ദിവ്യാനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ഈ നടത്തുന്ന വഴിയെ നിൻ്റെ കരങ്ങളിൽ
ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് ചീത്തയാകുമ്പോൾ അതിനത് മറ്റൊരു രൂപമാക്കി തീർക്കാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ടപ്പാ. നിനക്കെല്ലാം സാധ്യമാണ്. ഞങ്ങളുടെ ജീവിതങ്ങൾ മുഴുവനും നിന്റെ കാര്യങ്ങൾ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ തരുന്നു. അവിടുന്ന് നിനക്കിഷ്ടംപോലെ ഉപയോഗിക്കണമേ. നീ ഒരിക്കലും അത് നശിപ്പിക്കുകയില്ല എന്നുള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ അത്ഭുത പ്രവർത്തികളായ എല്ലാം തിരുനാമത്വപ്പെടുത്തണമേ. പിതാവ് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.